ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയിൽ ആഗോള മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് ഇന്ന് സമാപനമായി. സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിഷേധത്തിനിടെ ചീഫ് മാർഷലിന് പരിക്കേറ്റ സംഭവത്തിൽ 3 പ്രതിപക്ഷ എംഎൽഎമാർക്ക് സസ്പെൻഷൻ. സംസ്ഥാനത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഭാവിയിൽ അമൃത് സ്റ്റേഷനുകളായി മാറുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ ഈ മാസം 21 മുതൽ 28 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സാഹിത്യത്തിനുള്ള 2025 നൊബേൽ പുരസ്കാരം ഹംഗേറിയൻ എഴുത്തുകാരൻ ലാസ്നോ ക്രസ്നഹോർക്കയ്ക്ക്. ഐസിസി വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയിൽ ആഗോള മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണത്തിലൂടെ സമൂഹത്തെ ഒന്നടങ്കം സാങ്കേതിക പുരോഗതിയുടെ ഭാഗമാക്കാൻ സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രതിമാസം 25 ലക്ഷം കോടി രൂപയുടെ 20 ബില്യൺ ഇടപാടുകൾ യുപിഐയിലൂടെ നടക്കുന്നതായും ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. आज दुनिया के हर 100 रियल टाइम डिजिटल ट्रांजैक्शन में से 50 अकेले भारत में होते हैं. भारत का यूनिफाइड पेमेंट इंटरफेस यूपीआई, आधार एनेबल पेमेंट सिस्टम, भारत बिल पेमेंट सिस्टम, भारत क्यूआर, डिजी लॉकर, डिजी यात्रा, गवर्नमेंट ई मार्केट प्लेस यानी जेम, ये सब भारत की डिजिटल इकोनॉमी की रीढ़ है. ഇന്ത്യയും യുകെയും ഫിൻടെക്കിലെ സ്വാഭാവിക പങ്കാളികളാണെന്ന് ഫിൻടെക് ഫെസ്റ്റിൽ പങ്കെടുത്ത യുകെ പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാജ്യത്തെത്തിയ കിയർ സ്റ്റാമറുമായി ശ്രീ മോദി ഇന്ന് പ്രതിനിധിതല ചർച്ച നടത്തിയിരുന്നു. മുംബൈയിൽ നടന്ന സിഇഒ ഫോറത്തിലും ഇരുവരും പങ്കെടുത്തു. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് ഇന്ന് സമാപനമായി. മുൻ നിശ്ചയിച്ച പ്രകാരം നാളെ പരിഗണിക്കേണ്ടിയിരുന്ന ബില്ലുകൾ അടക്കം പരിഗണിച്ച ശേഷമാണ് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞത്. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ തുടർച്ചയായ 4ാം ദിവസവും രൂക്ഷമായ പ്രതിപക്ഷ പ്രതിഷേധത്തിന് സഭ വേദിയായി. ചീഫ് മാർഷലിന് പരിക്കേറ്റ സംഭവത്തിൽ 3 പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ തിങ്കളാഴ്ച മുതൽ നടന്നു വന്നിരുന്ന പ്രതിപക്ഷ പ്രതിഷേധം ഇന്ന് പുതിയ തലത്തിലേക്ക് എത്തുകയായിരുന്നു. പ്രതിഷേധവുമായി സ്പീക്കറുടെ വേദിയിലേക്ക് കയറാൻ ശ്രമിച്ച പ്രതിപക്ഷാംഗങ്ങളെ വാച്ച് ആൻഡ് വാർഡ് പ്രതിരോധിക്കുകയും ചീഫ് മാർഷലിന് പരിക്കേൽക്കുകയും ചെയ്തു. ചീഫ് മാർഷലിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയതായി സ്പീക്കർ സഭയെ അറിയിക്കുകയും ചെയ്തു. സഭയിലുണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ റോജി എം ജോൺ, എം വിൻസെന്റ്, സനീഷ് കുമാർ ജോസഫ് എന്നിവരെ നടപ്പു സമ്മേളനം കഴിയും വരെ സസ്പെൻഡ് ചെയ്തു. ഇന്നത്തെ കാര്യപരിപാടിയിൽ ഉണ്ടായിരുന്ന ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ, ഏക കിടപ്പാടം സംരക്ഷണ ബിൽ, PSC ഭേദഗതി ബിൽ, വ്യവസായ ഏകജാലക ക്ലിയറൻസ് ബോർഡ്, നഗരപ്രദേശ വികസന ബിൽ എന്നിവയ്ക്ക് പുറമെ നാളെ പരിഗണിക്കാനിരുന്ന ബില്ലുകൾ കൂടി ഇന്ന് തന്നെ സഭ പരിഗണിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, JP നഡ്ഡ, നിതിൻ ഗഡ്കരി എന്നിവരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി സന്ദർശിക്കും. മന്ത്രിമാരായ KN ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, ചീഫ് സെക്രട്ടറി തുടങ്ങിയവർ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ട്. വയനാടിന് കൂടുതൽ കേന്ദ്ര സഹായം, കേരളത്തിന് എയിംസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയിൽ മുഖ്യമന്ത്രി ഉന്നയിക്കും. കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തുമായി മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഡിസംബറിൽ കേരളത്തിൽ നടക്കുന്ന ടൂറിസം പരിപാടിയിലേക്ക് കേന്ദ്രമന്ത്രിയെ അദ്ദേഹം ക്ഷണിച്ചു. സംസ്ഥാനത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഭാവിയിൽ അമൃത് സ്റ്റേഷനുകളായി മാറുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. തിരുവനന്തപുരം സെൻട്രൽ കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിന് ചങ്ങനാശ്ശേരിയിൽ അനുവദിച്ച സ്റ്റോപ്പ് ചങ്ങനാശ്ശേരിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിലവിൽ 35 അമൃത് സ്റ്റേഷനുകളാണ് കേരളത്തിന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2500 കോടി രൂപ ഇവയ്ക്ക് അനുവദിച്ചിട്ടുണ്ടെന്നും ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ ഈ മാസം 21 മുതൽ 28 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരം നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും 12 സ്റ്റേഡിയങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഏകദേശം 6000-ത്തിലധികം കുട്ടികളെയാണ് മുഖ്യവേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിക്കുന്നത്. മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസണാണ് സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ. തങ്കു എന്ന മുയലാണ് സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം. പുനലൂർ അരിപ്പ ഭൂസമരം അവസാനിപ്പിക്കാൻ സർക്കാർ മുന്നോട്ടുവച്ച വ്യവസ്ഥകൾ സമരസംഘടനകൾ അംഗീകരിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ.
പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 35 കുടുംബങ്ങൾക്ക് 1 ഏക്കർ ഭൂമിയുടെ അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെ അരിപ്പ സമരഭൂമിയിൽ 20 സെന്റ് പുരയിടവും 10 സെന്റ് നിലവും വീതം നൽകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമരത്തിലുള്ള 209 SC കുടുംബങ്ങൾക്ക് 12 സെന്റ് വീതവും ജനറൽ വിഭാഗത്തിൽപ്പെട്ട 78 കുടുംബങ്ങൾക്ക് 10 സെന്റ് വീതവും ഭൂമി പതിച്ചു നൽകി പട്ടയം അനുവദിക്കാനും സർക്കാർ തീരുമാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സാഹിത്യത്തിനുള്ള 2025 നൊബേൽ പുരസ്കാരം ഹംഗേറിയൻ എഴുത്തുകാരൻ ലാസ്നോ ക്രസ്നഹോർക്കയ്ക്ക്. ആധുനിക യൂറോപ്യൻ സാഹിത്യത്തിലെ ശ്രദ്ധേയമായ എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. 2015 മാൻ ബുക്കർ പുരസ്കാര ജേതാവാണ്. കണ്ണൂർ തളിപ്പറമ്പിൽ വൻ തീപിടുത്തം. നിരവധി കടകൾ കത്തിനശിച്ചു. ബസ് സ്റ്റാൻഡിന് സമീപത്തെ KV കോംപ്ലക്സിലെ കടകൾക്കാണ് ഇന്ന് വൈകുന്നേരത്തോടെ തീപിടിച്ചത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ ഡ്യൂട്ടിക്കിടെ ഡോക്ടറെ ആക്രമിച്ച കേസിലെ പ്രതി സുനൂബിനെ കോടതി റിമാൻഡ് ചെയ്തു. വധശ്രമം, ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമം തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരിക്കുന്നത്. ആക്രമണത്തിനെതിരെ ഡോക്ടർമാർ ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ദിനം ആചരിച്ചു. കേന്ദ്ര ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രാലയങ്ങൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുകയില രഹിത യുവജന ക്യാമ്പയിൻ 3.0 കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. പുകയില ഉപയോഗത്തിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് യുവതലമുറയെ ബോധവൽക്കരിക്കുന്നതിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് 2 മാസം നീണ്ടുനിൽക്കുന്ന പ്രചാരണം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ മരുന്ന് മാറി നൽകിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ വാസ്തവ വിരുദ്ധമെന്ന് RCC. തെറ്റായ മരുന്ന് ഒരു രോഗിക്കും വിതരണം ചെയ്തിട്ടില്ലെന്നും രോഗികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും RCC അറിയിച്ചു. മരുന്ന് മാറി നൽകിയ ഗ്ലോബല ഫാർമസിയിൽ നിന്ന് ഇനി മരുന്നുകൾ എടുക്കുന്നില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. നിയമസഭയിൽ ചീഫ് മാർഷലിനെ ആരും മർദ്ദിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ MLA-മാരെ സസ്പെൻഡ് ചെയ്ത നടപടിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് സഭയിൽ ന്യായമായ പ്രതിഷേധം നടത്തുന്നത് ഭരണപക്ഷം തടയാൻ ശ്രമിച്ചതായും അദ്ദേഹം പറഞ്ഞു. RSS മുൻ പ്രാന്തസംഘ് ചാലക് PEB മേനോൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ നടക്കും. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 39 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 150 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും പ്രത്യേക നിർദ്ദേശമുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 398 പോയിന്റ് ഉയർന്ന് 82,172-ലും നിഫ്റ്റി 136 പോയിന്റ് നേട്ടത്തിൽ 25,181-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു. പവന് 160 രൂപ വർദ്ധിച്ച് 91,040 രൂപയിലെത്തി. ഗ്രാമിന് 11,380 രൂപയാണ് ഇന്നത്തെ വില. 8ാമത് രാഷ്ട്രീയ പോഷൺ മാസത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാനതല പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് പുതിയറ SK പൊറ്റക്കാട് ഹാളിൽ രാവിലെ 10:30-നാണ് പരിപാടി. സംയോജിത ശിശുവികസന സേവന പദ്ധതിയുടെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ICDS at 50 ലോഗോ മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തു. തലശ്ശേരി ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടി വരച്ച ലോഗോയാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. സംയോജിത ശിശുവികസന സേവന പദ്ധതിയുടെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് 2026 ജനുവരിയിൽ തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഡിജിറ്റൽ ആവാസ വ്യവസ്ഥയിൽ ആഗോള മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് ഇന്ന് സമാപനമായി. സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രതിഷേധത്തിനിടെ ചീഫ് മാർഷലിന് പരിക്കേറ്റ സംഭവത്തിൽ 3 പ്രതിപക്ഷ MLA-മാർക്ക് സസ്പെൻഷൻ. സംസ്ഥാനത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഭാവിയിൽ അമൃത് സ്റ്റേഷനുകളായി മാറുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാന സ്കൂൾ കായിക മേള ഒളിമ്പിക്സ് മാതൃകയിൽ ഈ മാസം 21 മുതൽ 28 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സാഹിത്യത്തിനുള്ള 2025 നൊബേൽ പുരസ്കാരം ഹംഗേറിയൻ എഴുത്തുകാരൻ ലാസ്നോ ക്രസ്നഹോർക്കയ്ക്ക്. ICC വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.